മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയ ആ ചടങ്ങിൽ അതിനുശേഷം മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയും ചെയ്തു. തൻ്റെ പ്രസംഗത്തിൽ കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കവിതയെ ഉദ്ധരിച്ചുകൊണ്ടാണ് മോഹൻലാൽ സംസാരിച്ചത്. വീണപൂവ് ഒരിക്കലും വീണ് അടിഞ്ഞ് അസ്തമിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിൻ്റെ സുഗന്ധവും സൗരഭ്യവും സൗന്ദര്യവും കാലാതിവർത്തിയാക്കിയ കുമാരനാശാനെ പോലെ തന്നെ എല്ലാ നല്ല അഭിനേതാക്കളുടെയും നല്ല കലാകാരന്മാരുടെയും കലാകാരികളുടെയും കല പിൽക്കാലത്ത് അനശ്വരത്വം നേടുമെന്ന് തൻ്റെ പ്രസംഗത്തിൽ മോഹൻലാൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ചടങ്ങിന് മുൻപ് 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. അതേ ചടങ്ങിൽ വെച്ച് തന്നെ സഹനടനും സഹനടിയും അടക്കം 5-ലധികം പുരസ്കാരങ്ങളാണ് മലയാളികൾ നേടിയത്. ഉർവശി, അതേപോലെ തന്നെ വിജയരാഘവൻ എന്നിവരടക്കമുള്ളവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. Sri Urvashi recognized for a portrayal of subtle resilience and inner strength through minimal gestures, anchoring the story's core and elevating. Sri Vijayaraghavan portrays a character grappling with buried truths, delivering a performance of rare poignancy, imbued with quiet power, subtle humor, and profound. പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവൻ ഏറ്റുവാങ്ങിയപ്പോൾ ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി ഉർവശിക്ക് സമ്മാനിച്ചു. മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം പൂക്കാലം ചിത്രത്തിന്റെ എഡിറ്റർ മിഥുൻ മുരളി നേടിയപ്പോൾ മികച്ച മലയാളം ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്ക് സംവിധായകൻ ക്രിസ്റ്റോ ടോമി ഏറ്റുവാങ്ങി. ക്രിസ്റ്റോയ്ക്ക് ഇത് 3ാം ദേശീയ പുരസ്കാരമാണ്. Ladies and gentlemen, the film presents a portrayal of subtle resilience that conveys grief, regret, and inner strength through minimal gestures, anchoring the story's haunting emotional core and elevating. The film is recognized for its clean transitions and measured pacing, from light-hearted comedy to poignant emotional arcs, ensuring each scene resonates with sincerity. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം 2018 ചിത്രത്തിലെ പ്രളയത്തിന്റെ പശ്ചാത്തലം പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച മോഹൻദാസ് ഏറ്റുവാങ്ങി. You can see in the visuals, the art team led by Mohandas meticulously construct a 22-acre flood set with 14 houses. നേക്കൽ എന്ന ഡോക്യുമെന്ററിക്കുള്ള പ്രത്യേക പരാമർശ പുരസ്കാരം മലയാളിയായ MK രാമദാസ് ഏറ്റുവാങ്ങി. അന്യഭാഷാ ചിത്രങ്ങളുടെ പുരസ്കാര പട്ടികയിലും മലയാളി സാന്നിധ്യം കുറവല്ല. അനിമൽ എന്ന ഹിന്ദി ചിത്രത്തിന് റീ റെക്കോർഡിംഗ് മിക്സർ വിഭാഗത്തിൽ മലയാളിയായ MR രാജകൃഷ്ണനും പ്രത്യേക പരാമർശം നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.